ഇതിഹാസത്തിലെ പാതിവൃത്യ സങ്കല്പത്തിന്റെ വിചാര സാധ്യതകൾ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഇതിഹാസത്തിലെ പാതിവൃത്യ സങ്കല്പം പുരുഷ മേധാവിത്വത്തിന്റെ തന്നെ സങ്കല്പമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പുരാണങ്ങൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഏത് വികാരവും പ്രകടിപ്പിക്കാം. പുരുഷന്മാർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. സ്ത്രീകൾക്ക് വികാരങ്ങളും അവകാശങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ സീതയെ കാട്ടിലയക്കുന്നു, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു, ജമദഗ്നി മഹർഷി തൻ്റെ ഭാര്യയുടെ ശിരസ് അറുക്കാൻ തന്നെ മുതിരുന്നു. ഇതൊക്കെ തന്നെ പുരുഷന്മാരുടെ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ തന്നെ ഒരു സങ്കല്പമല്ലേ? ഇതിഹാസത്തിൽ ഇപ്രകാരം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ വികാരങ്ങൾക്ക്, സ്ത്രീകളുടെ ആവിഷ്കാരത്തിന് സാധ്യതയില്ലാതിരുന്നിട്ടുണ്ടോ? വേഗം നിങ്ങളുടെ ആശയങ്ങൾ പറയും. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ഒരിക്കലും രാമന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം അല്ല. ഇവിടെ അത് സ്വന്തം നാട്ടുകാർക്ക്, സ്വന്തം പ്രജകൾക്ക് ഒരു പാഠമായി തന്നെയാണ് ശ്രീരാമൻ അത് ചെയ്തത്. ഇപ്പോൾ ശ്രീരാമൻ സീതയെ സ്വീകരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ കൂടെ വസിച്ച സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാനുള്ള പ്രവണത എല്ലാ നാട്ടുകാരിലും വളരും എന്ന് കണ്ടറിഞ്ഞ് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ തന്റെ കർത്തവ്യമാണ് അവിടെ പൂർത്തീകരിച്ചത്. അല്ലാതെ അത് രാമന്റെ സ്വാർത്ഥ താല്പര്യമല്ല. അവിടെ ഒരിക്കലും ഒരു പുരുഷാധിപത്യത്തിന്റെ പ്രവണത എടുത്തു കാണിക്കാൻ കഴിയില്ല. ഇതിഹാസം പുരുഷന്മാരുടെ, വീരന്മാരുടെ, നായകന്മാരുടെ മാത്രം കഥയാണോ? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ജമദഗ്നി മഹർഷിയുടെയും രാവണന്റെയും ഉദാഹരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാവണൻ ഒറ്റ നിമിഷത്തിൽ തോന്നിയ ഒരു കാമം അല്ലെങ്കിൽ പ്രണയമാണ്. അത് കാരണമാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. ജമദഗ്നി മഹർഷി തന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ ഒന്ന് നോക്കിയത് കൊണ്ടാണ്, ആ ഒറ്റ നിമിഷം കൊണ്ടുണ്ടായ ദേഷ്യം കൊണ്ടാണ് തന്റെ ഭാര്യയുടെ ശിരസ് അറുത്തത്. അപ്പോൾ അതവിടെ ഒരു പുരുഷ മേധാവിത്വം തന്നെയല്ലേ? പറയൂ, ഇതിഹാസത്തിലെ സ്ത്രീയുടെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് അതിനെ സാധൂകരിച്ചുകൊണ്ട് സംസാരിക്കാം. ഇതിഹാസത്തിലെ സ്ത്രീകളൊന്നും ശക്തരായ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. എല്ലാവർക്കും അവരുടേതായ സങ്കല്പങ്ങളെല്ലാം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ എല്ലാ സ്ഥലത്തും തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അവിടെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത കാണാനായിട്ട് കഴിയില്ല. എല്ലാ സ്ത്രീകളും ശക്തരായ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണ സഹിതം വ്യക്തമാക്കൂ. ഉദാഹരണം, എല്ലാ സ്ത്രീകളും തന്നെ അങ്ങനെ തന്നെയായിരുന്നു. സീത തന്നെ വനവാസത്തിനായി പോയപ്പോൾ പല സന്ദർഭങ്ങളിലും രാമന് മുന്നിൽ നടന്ന് വഴി കാട്ടുകയും തന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വനവാസത്തിനായി പോകാൻ പറഞ്ഞപ്പോൾ രാമനോട് മാത്രമാണ് വനവാസത്തിനായി പോകാൻ പറഞ്ഞത്. പക്ഷേ ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ട് ആജ്ഞ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ സീതയാണ് സ്വന്തമായി തീരുമാനമെടുത്ത് വനവാസത്തിനായി കൂടെ പോകുന്നത്. സ്ത്രീകൾ കരുത്തു തെളിയിച്ച അനുഭവങ്ങൾ ഇതിഹാസത്തിലില്ലേ? അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം നമുക്ക്. പാഞ്ചാലി തന്നെ വസ്ത്രാക്ഷേപത്തിന്റെ സമയത്ത് കർണന്റെ അടുത്ത് കുറെ പ്രാവശ്യം തന്നെ വാക്കുകൊണ്ട് തന്നെ അവിടെ പറയുന്നുണ്ട്, എനിക്കിത് സാധിക്കില്ല, എത്ര സമയങ്ങൾ. അപ്പോൾ അവിടെ നൽകുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം തന്നെയല്ലേ? അവർക്ക് അങ്ങനെ ഒരു വാക്കുകൾ പുറപ്പെടുവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ നൽകുന്നു. നിങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഇതെല്ലാം വിരളമായ സംഭവങ്ങളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പുരാണങ്ങളിൽ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാരും, സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും പതിവ്രതരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പുരുഷ മേധാവിത്വം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പാഞ്ചാലി ഒരു ഉദാഹരണമായിരിക്കാം. പക്ഷെ മറ്റു രാജാക്കന്മാരെ എടുത്തു നോക്കൂ, ഋഷീശ്വരന്മാരെ എടുത്തു നോക്കൂ, ദൈവങ്ങളെ എടുത്തു നോക്കൂ, അവരെല്ലാവരും ഒന്നിലധികം ഭാര്യമാരുള്ളവരാണ്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്? ദൈവങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞില്ലേ, പാർവതി ദേവിയെ നോക്കൂ. പാർവതി ദേവി എല്ലാവിധ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. പാർവതി ദേവി വലിയൊരു ഉദാഹരണം തന്നെയല്ലേ? പാർവതി ദേവിയെ പോലെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ചിട്ടുള്ള മറ്റേതെങ്കിലും സ്ത്രീ ഇതിഹാസങ്ങളിലായാലും ഇന്നത്തെ ജീവിതത്തിലായാലും നമുക്ക് കാണാൻ കഴിയുമോ? അതുപോലെ എത്ര കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം എന്താ ശക്തരല്ലേ? സംസാരിക്കും, അതാണ് നമ്മളുടെ വിഷയം. അതിലേക്ക് വരും. ആദിവൃത്തി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ദശരഥ മഹാരാജാവിന് എത്ര ഭാര്യമാരാണ്, അതുപോലെ മുരുകൻ എത്ര ഭാര്യമാരാണ്, ഗണപതി എത്ര ഭാര്യമാരാണ്, അവിടെ പാണ്ഡു എത്ര ഭാര്യമാരാണ്. ഇവർക്കെല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാരാണുള്ളത്. പക്ഷെ ഇവരുടെ ഭാര്യമാരും വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ അവരുടെ അവകാശങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. പാതിവൃത്യം എന്ന ഇതിഹാസ സങ്കല്പത്തിന്റെ കൃത്യമായ ആശയങ്ങളിലൂടെ ഇവർക്ക് ഉത്തരം കൊടുക്കാം നമുക്ക്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായില്ലേ? പാഞ്ചാലി 5 പേരുടെയും കൂടെ ഒറ്റ സമയമല്ല വസിച്ചിരുന്നത്, 5 പേരുടെയും കൂടെ വ്യത്യസ്ത സമയങ്ങളിലാണ്. പാഞ്ചാലി അതിൽ സന്തുഷ്ടയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പല സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതെന്താ, പാഞ്ചാലിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ അത് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജമദഗ്നി മഹർഷിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ ഒന്ന് നോക്കിയതിനാണ് അദ്ദേഹം തലയറുത്തത്. ഇപ്പോൾ ഇത്തരം രാജാക്കന്മാർക്ക് ഒന്നിലധികം കല്യാണം കഴിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പുരുഷനെ ഒന്ന് നോക്കിയത് കൊണ്ട് അദ്ദേഹം തലയറുത്തു? അവിടെ സ്ത്രീയുടെ അവകാശത്തെ ലംഘിക്കുകയാണ് ചെയ്തത്. മറ്റാശയങ്ങളിലേക്ക് വരൂ. കൂടുതൽ ആധുനിക കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത്. കൂടുതൽ പോയിന്റ്സ് കൊണ്ട് നിങ്ങളുടെ വാദത്തെ ശക്തമാക്കൂ. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ പുരാണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീ കഥാപാത്രങ്ങളും വിഷമിക്കുന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ പുരാണങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഏത് പുരാണം എടുത്താലും അതിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാവരും പുരുഷന്മാർ തന്നെയാണ്. രാമായണത്തിൽ രാവണനും രാമനുമാണ്.
അതുപോലെ മഹാഭാരതത്തിൽ ദുര്യോധനനും അർജുനനും ഭീമനുമാണ്. അങ്ങനെയെങ്കിൽ അവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ തന്നെ സാധിക്കുന്നില്ല. ഇനി വെറും 2 മിനിറ്റേ ഉള്ളൂ. ഇതിഹാസത്തിലെ സ്ത്രീയുടെ ശക്തി എന്താണ്, പാതിവൃത്യം എന്ന ആശയം എന്താണ്, കൃത്യമായി പെട്ടെന്ന് സംസാരിച്ച് അവസാനിപ്പിക്കും നിങ്ങളുടേത്. കുന്തി ദേവിയെ നോക്കൂ, ശക്തരായ ഒരു കഥാപാത്രം തന്നെയല്ലേ. ഭർത്താവ് മരിച്ചിട്ടും തന്റെ മക്കളെ വളർത്താൻ വേണ്ടി സതി എന്ന ആചാരം ഒഴിവാക്കുകയാണ് അവിടെ ചെയ്തത്. അതെന്താ ശക്തമായ ഒരു തീരുമാനം തന്നെയല്ലേ. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തന്റെ മക്കൾ തെറ്റായ പാത പിന്തുടരാം എന്നുള്ള ആശയം ആ അമ്മയ്ക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയല്ലേ അത്രയും ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ കാരണം. അന്നത്തെ കാലത്ത് സതി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ഒരു ഭാര്യയുടെ കടമയായിരുന്നു. അതെല്ലാവരും പിന്തുടർന്ന് വന്നിരുന്ന ഒരു സമൂഹ സൃഷ്ടിയായിരുന്നു അത്. അതിനെ എതിർത്ത് സമൂഹ സൃഷ്ടിക്കെതിരായി അവിടെ പ്രവർത്തിക്കാൻ കുന്തി ദേവിക്ക് കഴിഞ്ഞില്ലേ. അതെന്താ ശക്തമായ ഒരു തീരുമാനമല്ലേ. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തന്റെ മക്കൾ തെറ്റായ പാത പിന്തുടരും എന്ന് മനസ്സിലാക്കുകയല്ലേ ഒരു അമ്മ അവിടെ ചെയ്തത്. 30 സെക്കൻഡ് വീതം 2 പേർക്കും കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരമാണ്. വേഗം സംസാരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശ്രീരാമന്റെ ഉദാഹരണം എടുത്തു നോക്കൂ. ഇപ്പോൾ സീതയെ കാട്ടിലേക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ അഗ്നിപ്രവേശം ചെയ്തിട്ടാണ് സീതയുള്ളത്. പക്ഷെ എന്നിട്ടും അഗ്നിപ്രവേശത്തിൽ അവൾ ശുദ്ധയാണെന്ന് മനസ്സിലാക്കിയിട്ടും സീതയെ കാട്ടിലേക്കുകയാണ് ശ്രീരാമൻ ചെയ്തത്. അവിടെ സീതയ്ക്കൊരു അവകാശമില്ല. സീതയോട് പോകാൻ പറഞ്ഞു, സീത പോയി. അങ്ങനെ ഒരു സന്ദർഭമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ പുരുഷ മേധാവിത്വം തന്നെയാണ്, അതിൽ വേറെ ചോദ്യമില്ല. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അതൊരു പ്രാവശ്യം ഞാൻ വ്യക്തമാക്കിയതാണല്ലോ. രാമൻ ഒരു രാജാവായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജകുമാരനായിരുന്നു. തന്റെ പ്രജകൾക്ക് നേരായ മാർഗം കാട്ടിക്കൊടുക്കുക, സത്യസന്ധമായ പാത പിന്തുടരാനുള്ള ഉദാഹരണമായിട്ടാണ് സീതയെ ഉപേക്ഷിച്ചത്. അല്ലാതെ അത് ശ്രീരാമൻ സ്വന്തമായി എടുത്തൊരു തീരുമാനമല്ല. മറ്റു പോയിന്റുകളിലൂടെ നിങ്ങളുടെ ആശയത്തെ കൺക്ലൂഡ് ചെയ്യൂ. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? അതിനാ അഗ്നിപ്രവേശം നടത്തിയല്ലോ, അപ്പൊ മനസ്സിലായല്ലോ ശുദ്ധയാണെന്ന്. പക്ഷെ എന്നിട്ടും ശ്രീരാമൻ സീതയെ കാട്ടിൽ പറഞ്ഞയച്ചു. സീത തന്റെ ശിഷ്ടകാലം വളരെ വേദനാജനകമായ ഒരു ജീവിതമാണ് ജീവിച്ചത്. അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷ മേധാവിത്വം തന്നെയാണ്. നമ്മൾ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിഹാസം വീരന്മാരുടെ കഥയാണ്, നായകന്മാരുടെ കഥയാണ്, യുദ്ധങ്ങളുടെ കഥയാണ്, പടവെട്ടലുകളുടെ കഥയാണ്, വെട്ടിപ്പിടിക്കലുടെ കഥയാണ്. പക്ഷേ ഇതിഹാസം ആർജവമുള്ള സ്ത്രീകളുടെ കഥയാണ്. ഇതിഹാസത്തിൽ അഗ്നിയെപ്പോലെ പരിശുദ്ധയായ ദ്രൗപദി ഉണ്ടായിരുന്നു. ഇതിഹാസത്തിൽ ശക്തമായ സുഭദ്രയുണ്ടായിരുന്നു, സാവിത്രി ഉണ്ടായിരുന്നു, പുരുഷത്വത്തെ വീണ്ടെടുത്ത ദമയന്തി ഉണ്ടായിരുന്നു. പാതിവൃത്യം എന്നത് സ്ത്രീ തൻ്റെ ജീവിതത്തിൽ തൻ്റെ രാഷ്ട്രത്തോട് തൻ്റെ സമൂഹത്തോട് പുലർത്തുന്ന ഏറ്റവും വലിയ ദൃഢമായ വീര്യത്തിന്റെ കഥ കൂടിയാണ് ഇതിഹാസ കഥാപാത്രങ്ങൾ.